ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടെമ്പറേച്ചർ കൺവേർഷൻ. അപ്പോൾ താപനിലയെ നമുക്ക് മൂന്ന് യൂണിറ്റുകളിലായിട്ട് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ സ്കെയിൽ, അതേപോലെ ഫാരൻഹീറ്റ്. ഈ 3 യൂണിറ്റുകളായി താപനില റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു താപനില ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കെൽവിനിലേക്കുള്ള കൺവേർഷൻ, അല്ലെങ്കിൽ കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസിലേക്കുള്ള കൺവേർഷൻ, ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്, ഫാരൻഹീറ്റിൽ നിന്നും ഡിഗ്രി സെൽഷ്യസിലേക്കുള്ള കൺവേർഷൻ, ഇങ്ങനെ താപനിലയെ യൂണിറ്റുകൾ തമ്മിൽ മാറ്റി കൊടുക്കുന്നത് എല്ലാ എക്സാമിനും, നിങ്ങളിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കേരള PSCക്ക് വളരെ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. അത്രയും ഇഷ്ടമാണ് ഈ ക്വസ്റ്റിനോട്. കഴിഞ്ഞ വീക്ക് നടന്ന ഡ്രൈവർ ബാച്ചിന്റെ എക്സൈസ് ഡ്രൈവറിന്റെ എക്സാമിനാണെങ്കിൽ പോലും ഈ ഒരു ടെമ്പറേച്ചർ കൺവേർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫാരൻഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ പ്രീവിയസ് ഇയർ നോക്കുന്ന സമയത്ത് ഫാരൻഹീറ്റിൽ നിന്നും ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ PSC പഠിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ഈ ഒരു ടെമ്പറേച്ചർ കൺവേർഷൻ, താപനിലയിലുള്ള മാറ്റം. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചു പോവാം. അപ്പൊ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ലാസ്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ എങ്ങനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273.15 കെൽവിൻ ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? 273.15 കെൽവിൻ ആണ്. അപ്പൊ ഇനി ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ സ്കെയിൽ എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ ആണ് നോക്കുന്നത്. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ കെൽവിൻ സ്കെയിൽ കാണാൻ വേണ്ടി ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 കൂട്ടിയാൽ മതി. ഡിഗ്രിയുടെ കൂടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന്റെ കൂടെ 273 കൂട്ടണം. അപ്പൊ ഇവിടെ നോക്കിയേ, 0 ഡിഗ്രി 273 കെൽവിൻ ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഡിഗ്രി എത്രയായിരിക്കും? 10 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 283 കെൽവിൻ ആയിരിക്കും അല്ലെ? 283.15 കെൽവിൻ. ഇനി 40 ഡിഗ്രി ആണെങ്കിലോ? 40 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 313.15 കെൽവിൻ ആയിരിക്കും. 313.15 കെൽവിൻ ആണ്. അപ്പൊ നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി 273 ആണെങ്കിൽ 0 ഡിഗ്രിയിൽ കൂടിയ വാല്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് ഈ ഒരു 273 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 273 അതിന്റെ കൂടെ കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ അതാണ് ഈ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. കെൽവിൻ സ്കെയിൽ ഈക്വൽ ടു തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 കൂട്ടണം. ഓക്കെ, ഇപ്പൊ ഡിഗ്രി സെൽഷ്യസിന് കെൽവിനിലേക്ക് മാറ്റാനായിട്ട് ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 കൂട്ടണം. ഇനി അടുത്തത് കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസ് ആണ് നോക്കുന്നത്. കെൽവിൻ സ്കെയിലിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനായിട്ട് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ള കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചറിൽ നിന്നും 273 കുറക്കണം. 273 കുറച്ചാൽ നമുക്ക് അത് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 273 കുറച്ചാൽ മതി. ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ ആണെങ്കിൽ 273 കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ 1.15 എന്നുള്ള സംഖ്യ നമുക്ക് നെഗ്ലിജിബിൾ ആണ്. അത് നെഗ്ലിജിബിൾ ആണ് കാരണം അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. റീസൺ എന്താ? വളരെ ചെറിയ പോയിന്റ് ആണ്, വളരെ ചെറിയ സംഖ്യയാണ്. 0.15 ആണ്. അതവിടെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അപ്പൊ ചില എക്സാമിന് ചില ഓപ്ഷനിൽ 0.15 ഉണ്ടാവും, ചിലതിൽ കാണില്ല. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ കൺവേർഷൻ ഓഫ് കെൽവിൻ ടു ഡിഗ്രിയും ഡിഗ്രി ടു കെൽവിനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 100 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിന് തുല്യമായ കെൽവിൻ സ്കെയിൽ ഡാഷ് ആണ്. എന്താണ് കെൽവിൻ സ്കെയിൽ? 100 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ കെൽവിൻ സ്കെയിൽ. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ഇവിടെ തന്നിട്ടുണ്ട്. കെൽവിൻ സ്കെയിൽ കാണാൻ വേണ്ടിയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിന് തുല്യമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് 100 അല്ലേ? അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 കൂട്ടണം. 273 കൂട്ടിയാൽ എന്ത് കിട്ടും? 373 കെൽവിൻ ആണ് ആൻസർ ആയിട്ട് വരിക. 373 കെൽവിൻ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ, 373 കെൽവിൻ. ഓക്കെ, അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 373 കെൽവിൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 20 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിന് തുല്യമായ കെൽവിൻ സ്കെയിൽ ഡാഷ് ആണ്. അപ്പൊ ഇതും ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ തന്നെയാണ് കാണേണ്ടത്. അപ്പൊ 20ന്റെ കൂടെ 273 കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ 20 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 എന്ന് പറയുമ്പോൾ എത്ര വരും? 283 വരും അല്ലെ? 293 വരും. 293 കെൽവിൻ ആണ് വരിക. അപ്പൊ നോക്കാം, 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്
20ന്റെ കൂടെ 273 കൂട്ടെ 293.15 കെൽവിൻ ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 250 കെൽവിന് തുല്യമായ ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 250 കെൽവിൻ എന്ന് പറയുമ്പോൾ കെൽവിൻ സ്കെയിലിനെ ഡിഗ്രിയിലേക്കുള്ള കൺവേർഷൻ ആണ് ഇവിടെ. കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. അപ്പൊ കെൽവിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കെൽവിനിൽ നിന്നും കുറയ്ക്കുകയാണ് വേണ്ടത്. തന്നിരിക്കുന്ന കെൽവിനിൽ നിന്നും 273 കുറയ്ക്കണം അല്ലെ. അപ്പോ 250 കെൽവിൻ സ്കെയിൽ 250 ആണ്. 250 മൈനസ് 273 എന്ന് ചെയ്യുമ്പോൾ ചെറിയ സംഖ്യയാണ് 250. ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയായ 273 ആണ് ഇവിടെ കുറക്കുന്നത്. അപ്പൊ ചെറുതിൽ നിന്നും വലുത് കുറക്കുമ്പോൾ അത് കുറച്ചിട്ട് അതിന്റെ കൂടെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കണം അല്ലെ. വലുതിൽ നിന്നും ചെറുത് കുറച്ച് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പൊ 250 നിന്ന് 273 കുറക്കുമ്പോൾ മൈനസ് 23.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. മൈനസ് 27.15 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കെൽവിൻ സ്കെയിൽ ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ടു കെൽവിനും ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് ഫാരൻഹീറ്റ് ആണ് നോക്കുന്നത്. ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്നതും ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നതും രണ്ടും നോക്കാൻ പോവാണ്. ഇപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്. ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്ന ഇക്വേഷൻ ആണ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ഫാരൻഹീറ്റ് മൈനസ് 32. ഇപ്പൊ തന്നിരിക്കുന്ന ഫാരൻഹീറ്റിൽ നിന്നും 32 കുറക്കണം. മൈനസ് 32 ഇൻറ്റു 5/9 5/9 കൊണ്ട് ഗുണിക്കണം. അപ്പൊ തന്നിട്ടുള്ള ഫാരൻഹീറ്റിൽ നിന്നും 32 കുറച്ചിട്ട് അതിനെ കുറച്ച് കിട്ടിയതിനെ 5/9 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കിയേ. നെക്സ്റ്റ് ഇക്വേഷൻ ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ആണ്. ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പൊ ഫാരൻഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫാരൻഹീറ്റ് ഈക്വൽ ടു തന്നിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിനെ ഫസ്റ്റ് ഗുണിക്കണം. എന്തുകൊണ്ട് ഗുണിക്കണം? 9/5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32. അങ്ങനെ ഗുണിച്ച് കിട്ടിയതിനെ 32 കൂട്ടണം. ഗുണിച്ച് കിട്ടിയതിന്റെ കൂടെ 32 കൂട്ടിയാൽ നമുക്കത് ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ചെറിയ ഡിഫറൻസ് ആണുള്ളത്. നല്ലോണം ഓർത്തു വെക്കുക. ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ ഫസ്റ്റ് 32 കുറച്ചതിന് ശേഷം 5/9 കൊണ്ട് ഗുണിക്കാം. ഇനി ഡിഗ്രിയെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ ഫസ്റ്റ് 9/5 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 32 കൂട്ടണം. ഓക്കെ, അപ്പോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. 100 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണ്? അപ്പൊ ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ആണ് മാറ്റേണ്ടത്. ഇപ്പൊ ഡിഗ്രി സെൽഷ്യസ് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ ഫാരൻഹീറ്റിലേക്ക് എങ്ങനെ മാറ്റാം? ഫാരൻഹീറ്റ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി ആണല്ലോ. അപ്പൊ 100 ഡിഗ്രി ഇൻറ്റു 100 ഇൻറ്റു 9/5. 100നെ 9/5 കൊണ്ട് ഗുണിക്കണം. തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിച്ചിട്ട് അവിടെ 32 കൂട്ടണം. പ്ലസ് 32 ആണ് ആൻസർ അല്ലെ. 32 കൂട്ടണം. അപ്പൊ എന്ത് കിട്ടും? 9/5 എന്ന് പറയുമ്പോൾ 1.8 ആണ്. അപ്പൊ 100 ഇൻറ്റു 1.8 പ്ലസ് 32 ആണ് ആൻസർ വരുന്നത്. അപ്പൊ 100 ഇൻറ്റു 1.8 180 ആണ്. അപ്പൊ 180 പ്ലസ് 32 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? 212 ഡിഗ്രി ഫാരൻഹീറ്റ് വരും. 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയാം. വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിനെ ഫസ്റ്റ് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റിയിരുന്നു. അപ്പൊ കെൽവിൻ സ്കെയിൽ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയ്ക്ക് തുല്യമായ കെൽവിൻ സ്കെയിൽ 373.15 കെൽവിൻ ആണെന്ന് അറിയാം. 373 കെൽവിൻ ആണ്. ഇനി 100 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ ഫാരൻഹീറ്റിലേക്ക് മാറ്റി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതായിരുന്നു. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ ഈ 3 ടെമ്പറേച്ചറും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100നെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുമ്പോൾ 212 ഡിഗ്രി ഫാരൻഹീറ്റും കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുമ്പോൾ 373.15 കെൽവിനും ആണ് വരുന്നത്. ഈ 3 ടെമ്പറേച്ചർ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വെള്ളം കട്ടയാകുന്നത് എന്ന് വെച്ചാൽ വെള്ളം ഐസ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചർ. വെള്ളം ഐസ് ആയിട്ട് മാറുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ഐസ് ആയിട്ട് മാറുന്നത്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ. ഈ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര കെൽവിൻ ആണ്? 0 എന്ന് പറയുമ്പോൾ 273 കെൽവിൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് ആവുന്നത് 273.15 കെൽവിനിലാണ്.
ഫാരൻ ഹീറ്റ് എത്രയാണ്? 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ്. 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ്. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എന്നത് 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ്. അതെങ്ങനെ കിട്ടും? 0 ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻ ഹീറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻ ഹീറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 0 ഇൻറ്റു 9/5 അല്ലെ? 0 ഇൻറ്റു 9/5 പ്ലസ് 32 ആണ് വരിക. അപ്പൊ 0 ഇൻറ്റു 9/5 എന്ന് പറയുമ്പോൾ 0 ആണ്. 0 കൊണ്ട് എന്തിനെ ഗുണിച്ചാലും 0 ആണ്. അതിന്റെ കൂടെ 32 കൂട്ടുമ്പോൾ 32 ആണ് ആൻസർ വരിക. അപ്പൊ 0 പ്ലസ് 32 എന്ന് പറയുന്നത് 32 ആണ്. അതുകൊണ്ടാണ് 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് കിട്ടിയത്. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ്. 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ്. ഓക്കെ, ഇനി ശരീര താപനില. നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ എത്രയാ? താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ അതിനെ ഫാരൻ ഹീറ്റിലേക്ക് മാറ്റിയാൽ 37 ഡിഗ്രിയെ ഫാരൻ ഹീറ്റിലേക്ക് മാറ്റിയാൽ നമുക്ക് 98.6 ഡിഗ്രി ഫാരൻ ഹീറ്റ് കിട്ടും. 98.6 98.6 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് 37 ഡിഗ്രിയെ ഫാരൻ ഹീറ്റിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് അതിന്റെ കെൽവിൻ സ്കെയിലും കൂടെ നോക്കാം. ശരീര താപനിലയുടെ കെൽവിൻ സ്കെയിൽ എത്രയാണെന്ന് നോക്കാം. കെൽവിൻ സ്കെയിൽ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 37 ഡിഗ്രി സെൽഷ്യസ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? അതിന്റെ കൂടെ 273 കൂട്ടിയാൽ മതിയല്ലോ കെൽവിനിലേക്ക് മാറ്റാൻ. അപ്പൊ 37ന്റെ കൂടെ 273 കൂട്ടണം. അപ്പൊ 37 പ്ലസ് 273 എന്ത് കിട്ടും? 37 പ്ലസ് 273 ഈക്വൽ ടു 310 കെൽവിൻ കിട്ടും അല്ലെ? 310 കെൽവിൻ ആണ് ശരീര താപനില എന്ന് പറയുന്നത്. 310 കെൽവിൻ ആണ്. അപ്പൊ നമ്മൾ വെള്ളം ഐസാവുന്ന 0 ഡിഗ്രി സെൽഷ്യസിന്റെ 3 ടെമ്പറേച്ചർ കൺവേർഷൻ പഠിച്ചു. അതേപോലെ വെള്ളം തിളയ്ക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസിന്റെ 3 ടെമ്പറേച്ചർ കൺവേർഷൻ മനസ്സിലായി. അതേപോലെ ശരീര താപനിലയുടെ 3 ടെമ്പറേച്ചർ കൺവേർഷനും മനസ്സിലായി. അപ്പൊ ശരീര താപനില 3 ടെമ്പറേച്ചർ യൂണിറ്റിലും എങ്ങനെ പറയാമെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എന്താണ്? മനുഷ്യന്റെ ശരീര താപനില സാധാരണ അവസ്ഥയിൽ ഓപ്ഷൻ എ 95.6 ഡിഗ്രി ഫാരൻ ഹീറ്റ്, ഓപ്ഷൻ ബി 97.6 ഡിഗ്രി ഫാരൻ ഹീറ്റ്, ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻ ഹീറ്റ്, ഓപ്ഷൻ ഡി 99.6 ഡിഗ്രി ഫാരൻ ഹീറ്റ്. എന്താണ് സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില? 98.6 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ്. നമുക്കറിയാം 98.6 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് അല്ലെ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫാരൻ ഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. അപ്പൊ കെൽവിൻ സ്കെയിലിൽ 98 ഡിഗ്രി ഫാരൻ ഹീറ്റ് എത്രയായിരുന്നു? അത് നമ്മൾ പഠിച്ചതാണ്. 98 എന്ന് പറയുന്നത് നമ്മുടെ ശരീര താപനിലയാണ്. 98ന് ഈക്വൽ ആയത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന്റെ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് 310 കെൽവിൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 310 കെൽവിൻ ആണ് 98 ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്ന് വെച്ചാൽ 310 കെൽവിൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് വൺ, ഫാരൻ ഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 32 ഡിഗ്രി ഫാരൻ ഹീറ്റിന് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 32 ഡിഗ്രിയുടെ സെൽഷ്യസ് സ്കെയിലും നമ്മൾ പഠിച്ചതാണ്. 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്ന് പറയുമ്പോൾ സെൽഷ്യസ് സ്കെയിൽ എങ്ങനെ കാണും? ഡിഗ്രി ഫാരൻ ഹീറ്റിന് സെൽഷ്യസ് സ്കെയിലേക്ക് എങ്ങനെ മാറ്റാം? ഇപ്പൊ ഡിഗ്രി ഫാരൻ ഹീറ്റ് ടു ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനായിട്ട് ഫസ്റ്റ് തന്നിരിക്കുന്ന ഫാരൻ ഹീറ്റ് 32ൽ നിന്നും 32 കുറക്കണം. എന്നിട്ട് അതിനെ ഇൻറ്റു 5/9 5/9 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ 32 മൈനസ് 32 0 ആണ്. 0 ഇൻറ്റു 5/9 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ് കിട്ടുക. അപ്പൊ ആൻസർ 0 ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഫാരൻ ഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ ഫസ്റ്റ് 32 കുറച്ചിട്ട് അതിൽ നിന്നും 5/9 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. 0 ഡിഗ്രി ഫാരൻ ഹീറ്റ് കിട്ടി. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി 0 ഡിഗ്രി സെൽഷ്യസ് ഐസായിട്ട് മാറുന്ന ടെമ്പറേച്ചറിന്റെ 3 കൺവേർഷൻ പഠിച്ചായിരുന്നു അല്ലെ? അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ്. 273 കെൽവിൻ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 212 ഡിഗ്രി ഫാരൻ ഹീറ്റ് കെൽവിൻ സ്കെയിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻ കെൽവിൻ സ്കെയിൽ എത്രയാണ്? അത് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ?
അപ്പൊ 212 എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിൽ 373 കെൽവിൻ ആണ്. 373 കെൽവിൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. 212 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 373 കെൽവിൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡും ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റ് ടെമ്പറേച്ചറും തുല്യമായി വരുന്ന താപനില ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ 40 ഡിഗ്രി, ഓപ്ഷൻ ബി -40 ഡിഗ്രി, ഓപ്ഷൻ സി 37 ഡിഗ്രി, ഓപ്ഷൻ ഡി -80 ഡിഗ്രി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. -40 ഡിഗ്രി ആണ് ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തുല്യമായി വരുന്ന താപനില എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക. -40 ആണ്. റിപ്പീറ്റ് ആയിട്ട് പല എക്സാമിനായിട്ട് ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഡിഗ്രി സെന്റിഗ്രേഡും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാവുന്ന ടെമ്പറേച്ചർ -40 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു ടെമ്പറേച്ചർ റിലേറ്റഡ് തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും കെൽവിൻ ആണെങ്കിലും അതേപോലെ ഫാരൻഹീറ്റ് ആണെങ്കിലും ഈ 3 ടെമ്പറേച്ചറിലും സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ -273.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ -273 ആണ് സാധ്യമായ ഏറ്റവും താഴ്ന്ന ഡിഗ്രി സെൽഷ്യസ് താപനില. ഇനി ഫാരൻഹീറ്റ് ആണെങ്കിലോ -273 തുല്യമായ ഡിഗ്രി ഫാരൻഹീറ്റ് -459.69 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഏറ്റവും താഴ്ന്ന ഫാരൻഹീറ്റ് താപനില എന്ന് പറയുന്നത് -459.69 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി 0 കെൽവിനും വരും. 0 കെൽവിൻ. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 3 ടെമ്പറേച്ചർ സ്കെയിൽസ് പഠിച്ചു വെക്കുക. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില സ്കെയിലുകളാണ് ഏതൊക്കെയാ? -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 കെൽവിൻ. അപ്പൊ എന്താണ് ഈ സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില? അതെന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ചലനം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയിലെ താപനിലയാണ് പരമശൂന്യ താപനില. നമുക്കറിയാം ഒരു വസ്തുവിൽ തന്മാത്രകൾ ചലിക്കുന്നുണ്ട്. ഇപ്പൊ വെള്ളം നീരാവിയായിട്ട് പോകുമ്പോൾ വെള്ളത്തിന്റെ ചലനത്തെക്കാളും കൂടുതൽ ചലിക്കുന്നുണ്ട് നീരാവിയുടെ തന്മാത്ര എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നീരാവിയുടെ തന്മാത്രയ്ക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. അപ്പൊ ചൂടാക്കുന്ന സമയത്ത് വസ്തുക്കൾ കൂടുതൽ വേഗത്തിൽ ചലിക്കും. നല്ലോണം ചലിക്കുന്നത് എപ്പോഴാണ്? ചൂടാക്കുമ്പോഴാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലെങ്കിൽ താപനില കൂടുമ്പോൾ വസ്തുക്കൾ കൂടുതൽ വേഗത്തിൽ ചലിക്കാനാണ് നോക്കുക, വേഗത്തിൽ ചലിക്കും. ഇനി താപനില കുറയുമ്പോ അപ്പൊ ചലന വേഗം കുറയും, അല്ലെ? താപനില കുറയുമ്പോൾ വസ്തുക്കളുടെ ചലന വേഗം കുറയും. താപനില കുറയുമ്പോൾ ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും. ഖരാവസ്ഥയിൽ അതിന്റെ തന്മാത്രകളുടെ ചലന വേഗം കുറവാണ്. അപ്പൊ താപനില കൂട്ടിയാൽ നമുക്ക് ഖരത്തെ ദ്രാവകമാക്കിയും ദ്രാവകത്തെ വാതകമാക്കിയും മാറ്റാൻ പറ്റും. ഇനി താപനില കുറച്ചാൽ നമുക്ക് തണുപ്പിക്കുമ്പോൾ വാതകം ദ്രാവകമായും ദ്രാവകം ഖരമായിട്ട് മാറ്റാൻ പറ്റും. ഇങ്ങനെ ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ചലനം പൂർണ്ണമായും നിലയ്ക്കുക എന്ന് പറയുമ്പോൾ താപനില കുറയ്ക്കണം. അപ്പൊ ഏറ്റവും താഴ്ന്ന താപനിലയാവണം. അങ്ങനെ അവസ്ഥയിലെ താപനിലയാണ് പരമശൂന്യ താപനില. പരമശൂന്യ താപനില അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. അപ്പോ പരമശൂന്യ താപനില, അബ്സല്യൂട്ട് സീറോ, ഈ 3 പ്രധാന സ്കെയിലുകളിലും ഇതിന്റെ മൂല്യം ഏതൊക്കെയാണ്? നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. അതിന്റെ മൂല്യം ഏതാണ്? കെൽവിൻ സ്കെയിൽ ആണെങ്കിൽ 0 കെൽവിൻ ആണ്. സെൽഷ്യസ് സ്കെയിൽ ആണെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെ? ഇനി ഫാരൻഹീറ്റിലാണെങ്കിലോ -459.69 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 459.69 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് പരമശൂന്യ താപനില എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? കേവല പൂജ്യം ഊഷ്മാവ് എന്ന് പറയുമ്പോൾ അത് പരമശൂന്യ താപനിലയ്ക്ക് തുല്യമാണ് കേട്ടോ. കേവല പൂജ്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ, അല്ലെ? അബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ പരമശൂന്യ താപനില അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ഈക്വൽ?
273 ഡിഗ്രി സെൽഷ്യസ് ആണോ, 298 കെൽവിൻ ആണോ, -273 ഡിഗ്രി സെൽഷ്യസ് ആണോ, 0 ഡിഗ്രി സെൽഷ്യസ് ആണോ? അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ആൻസർ. ഇപ്പൊ നോക്കിയതാണ് കേവല പൂജ്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. -273 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ താപനില കൺവേർഷൻ അല്ലെങ്കിൽ താപനിലയുമായിട്ട് റിലേറ്റ് ചെയ്ത് PSCക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ ഒരു താപനില എന്ന് പറയുന്നത്, ഇഷ്ടമുള്ള പോർഷൻ ആണ്. അപ്പൊ ഇത് നിർബന്ധമായും കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാമിന് ഒരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം റീസെന്റ് നടന്ന കുറെ എക്സാംസിന് ഈ സെയിം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഡിസ്കസ് ചെയ്തത് ടെമ്പറേച്ചർ കൺവേർഷൻ ആണ്. PSC എക്സാംസിന് നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ അറിയാം, ധാരാളം ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാ എക്സാമിനും ഈ ഒരു ടെമ്പറേച്ചർ കൺവേർഷൻ ചോദിക്കാറുണ്ട്. ഫാരൻഹീറ്റ് ആണെങ്കിലും ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ആണെങ്കിലും ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കൃത്യമായി നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടെമ്പറേച്ചർ കൺവേർഷൻ എന്ന് പറയുന്നത്. താപനിലയിലുള്ള റിലേറ്റഡ് ടോപ്പിക് കൃത്യമായും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം ഈ 2027 എന്ന് പറയുന്നത് PSCക്കാർക്ക് ഒരു നല്ല ഇയർ ആണ് അല്ലെ. കാരണം ധാരാളം എക്സാംസ് വരാൻ പോകുന്ന വർഷമാണ്. VFA എക്സാമും അതേപോലെ കമ്പനി ബോർഡ്, LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇങ്ങനെ ധാരാളം എക്സാംസ് വരാൻ പോകുന്ന വർഷമാണ് 2027. 2026 ഈ ഒരു വർഷം എന്ന് പറയുന്നത് 2026. അപ്പൊ അടുത്ത 2027 ഇനി LDC വരാൻ പോകുന്നത്. LDC 2027 വരാൻ പോവാണ്. അപ്പൊ ഈ 2026 ലാസ്റ്റ് ഒരു ഡിസംബർ ആകുമ്പോഴൊക്കെ LDC എക്സാമിന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ LDC എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ 6 മാസം കൊണ്ട് എക്സാം ഉണ്ടാവും. അപ്പൊ 2027 എക്സാം നടക്കും. ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഏർലി ബേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏർലി ബേർഡ് ബാച്ച് ആണ്. അപ്പൊ ഇത് കൊടുക്കാൻ കാരണം നമ്മൾ ഇത്രയും നേരത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യാം. കൃത്യമായി ഡെയിലി ക്ലാസ്സസോട് കൂടിയിട്ടുള്ള ബാച്ച് ആണ്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പൊ അതുകൂടാതെ ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ PSC ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏജ് ലിമിറ്റ് ഇതുവരെ 36 ആയിരുന്ന ജനറൽ കാറ്റഗറി 40ലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ PSC പഠനം നിർത്തി വെച്ചിരിക്കുന്നവർക്ക് അതൊരു സുവർണാവസരമാണ്. അപ്പൊ PSC പഠനം നിർത്തിയവരൊക്കെ ഇനി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. 40 വയസ്സ് വരെ ഉണ്ട്. അതേപോലെ 40 വയസ്സ് OBC ആണെങ്കിൽ 43 വയസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി SC ST ആണെങ്കിൽ 45 വയസ്സ് വരെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന LDC നമുക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ഇപ്പോൾ തന്നെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചാൽ ഈ ഏജ് റിലാക്സേഷൻ കഴിഞ്ഞു നിൽക്കുന്നവരൊക്കെ കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്